BMTV-യുടെ ദ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. എന്തായാലും എന്നത്തെ കണക്ക് അനുസരിച്ച് അങ്ങനെ റെഡിയായി അങ്ങനെ ഇരിക്കുക. അതെ, 5 കുസൃതി ചോദ്യമുണ്ട്, 5 GK ക്വസ്റ്റ്യനും ഉണ്ട്. എന്തായാലും നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വലിയ ക്ലൂ ഒന്നും തരത്തില്ല. ക്ലൂ തന്നല്ലേ ഇദ്ദേഹം ആൻസർ വിളിച്ച് പറയുന്നു. അതെനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ക്ലൂ ഒന്നും വലുതായിട്ടും തരത്തില്ല. ചെറിയ ചെറിയ ക്ലൂസ് ഒക്കെ തരും. നമ്മുടെ മാന്യ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ ആരായാലും ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങളാണ് അവരുണ്ടെങ്കിൽ നമ്മളുള്ള പിശുക്ക്. നീ ആദ്യം അത് മനസ്സിലാക്കുക. പിശുക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിതില് പിശുക്കൊന്നുമില്ല. അതിൽ പിശുക്കല്ല. ഈ ഉത്തരങ്ങളും കൂടെ ഒന്ന് പറയത്തക്ക രീതിയിൽ ഒരു ക്ലൂ പറഞ്ഞു കൊടുക്കുക. അതുപോലെ സമ്മാനങ്ങൾ എന്തൊക്കെ കൊടുക്കും? 10 ക്വസ്റ്റ്യൻസ്, 5 കുസൃതി ചോദ്യം, 5 GK ക്വസ്റ്റ്യൻസ്. ആദ്യം 5 കുസൃതി ചോദ്യങ്ങൾ നമുക്കിന്ന് ചോദിക്കാം. അതിനുശേഷം നമുക്ക് ഭരണഘടനയെ പറ്റിയുള്ള 5 ക്വസ്റ്റ്യൻ. ഭരണഘടന വിട്ടുള്ള കളിയില്ല. അത് വിട്ടുള്ള ഒരു കളിയില്ല. ഭരണഘടന മസ്റ്റ് ആയിട്ട് എല്ലാവർക്കും, കുട്ടികൾക്കും എല്ലാം, അല്ലെങ്കിൽ മുതിർന്നവർക്കും, നമ്മൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ ഭരണഘടനയുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ്. അത് മറ്റൊരു ഘടകം. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യക്കാർക്ക് അറിയില്ല എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ GK ക്വസ്റ്റ്യൻ ഭരണഘടനയെ കുറിച്ചാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും അല്ലേ? അത് വളരെ അറിഞ്ഞൂടാത്ത ആൻസർ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കണ്ടുപിടിച്ച് കമന്റ് വഴി അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അറിവും കൂടിയാണ് കിട്ടുന്നത്. അപ്പോൾ 10 ക്വസ്റ്റ്യന് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു, ഇന്നത്തെ കിങ് ആക്കുന്നു. അവർക്ക് ബാലാപുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന അതിമനോഹരമായ തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് മെൻഷൻ ചെയ്ത് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾ അയക്കുന്ന ആൻസറിനോടൊപ്പം ഫോൺ നമ്പർ കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും ആദ്യത്തെ ആ ഒരു അതിമനോഹരമായ ആ ഒരു കുസൃതി ചോദ്യത്തിലേക്ക് ഒന്ന് കടക്കുവനുസരിച്ചുണ്ട്. പക്ഷേ ബുദ്ധിയില്ല. കണ്ണുണ്ട് പക്ഷെ കാണാൻ പറ്റില്ല. എന്താണ്? തലയുണ്ട് ബുദ്ധിയില്ല. കണ്ണുണ്ട് കാണാൻ കഴിയില്ല. കണ്ണുണ്ട് കാണാൻ കഴിയില്ല. എന്താണ്? നമ്മൾ അടുക്കളയിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണത്. ഇത്രയൊക്കെ പറയത്തുള്ളൂ. നമ്മൾ തേങ്ങ തിരുവാനൊക്കെ ഉള്ളതാണോ? തേങ്ങ തിരുവാനൊക്കെ ഉപയോഗിക്കുന്നതാണോ? ഞാൻ ഒന്നും ആൻസറും പറഞ്ഞു തരത്തില്ല. എന്തായാലും എൻ്റെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾ ഉത്തരം തെറ്റുകൂടാതെ കമൻറ്റ് ചെയ്യൂ. സൂപ്പർ സമ്മാനം നേടൂ. അടുത്ത രണ്ടാമത്തെ കുസൃതി ചോദ്യം ചോദിക്കട്ടെ. കുളത്തില് മീനുണ്ട്, 10 മീനുണ്ട്. അതിൽ 5 മീൻ അങ്ങ് ചത്തുപോയി. 5 എണ്ണം ചത്തുപോയി. അപ്പൊ എത്ര മീനുണ്ട് കുളത്തിൽ? 5 എണ്ണം അല്ല. അതെന്താ അങ്ങനെ? അതങ്ങനത്തെ കുളത്തിൽ ഓൾറെഡി 10 മീനുണ്ട്. 5 മീൻ ചത്തുപോയി. കുളത്തിൽ 5 മീനുണ്ട്. ക്വസ്റ്റ്യൻ നല്ലതുപോലെ കേൾക്കുന്ന ആളിന് ആ ഒരു ആൻസർ പറയാൻ പെട്ടെന്ന് പറ്റും. ഒരു കുളത്തിൽ 5 മീനുണ്ട്, 10 മീനുണ്ട്. അതിൽ 5 എണ്ണം അങ്ങ് ചത്തുപോയി. ബാക്കി എത്ര മീനുണ്ട്? 5 അല്ല. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. എന്തായാലും എൻ്റെ ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. എനിക്ക് അറിയാന്നുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ. അടുത്തത്, എത്ര നമ്മൾ വലിച്ചാലും നമ്മുടെ വയറ് നിറയാത്ത ഒരു സാധനമുണ്ട്. എന്താണ്? എത്ര കുടിച്ചാലും വയറ് നിറയാത്ത ഒരു സാധനം. അങ്ങനെ ഒരു സാധനമുണ്ട്. നമ്മൾ എത്ര കുടിച്ചാലും ഈ നമ്മളെ വയറ് നിറയത്തില്ല. എത്ര കുടിച്ചാലും വേണമെങ്കിലും കുടിക്കാം, പക്ഷെ വയറ് നിറയത്തില്ല. വായുവാണ്. ആണുങ്ങളെ കുടിക്കുന്ന സാധനമാണ് സിഗരറ്റ്. എന്തായാലും ഇല്ല, ഞാൻ നോ സ്മോക്കിംഗ്. ഞാൻ വലിക്കത്തില്ല, കുടിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇതേ കണക്ക് നല്ലൊരു കുട്ടികളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. വയസ്സ് 19 എവിടെ ആയാലും 10 കുറയ്ക്കാൻ എൻ്റെ മാന്യ പ്രേക്ഷകരെ. ഈ പറയുന്ന ആളിനാണ് നിങ്ങൾ കണ്ടല്ലോ റിപ്പോർട്ടിങ്ങിന് സുജാ പാർവതി വെളിയിലിറങ്ങിയപ്പോ കണ്ടല്ലോ. അതേപോലെയാണ് ഇത് കേട്ടോ. സുജാ പാർവതിക്ക് എന്ത് കുഴപ്പം? വെളിയിറങ്ങിയപ്പോ കണ്ടില്ലേ എന്ത് അവിച്ചുണക്കിയത് കണക്കിരിക്കുന്നത്. അതുപോലെ ഇത് അത്രയും മേക്കപ്പാണ് കേട്ടോ. പിന്നെ നിങ്ങൾ പ്രേക്ഷകർക്ക് എന്നെ കാണണമെങ്കിൽ നേരിട്ട് ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് പറയാം അവിച്ചുണക്കിയത് കണക്കാണ് ഇരിക്കുന്നത്. ഇവിടെ ആനക്കുട്ടികളെ ഓരോന്ന് ഇരിപ്പുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമുക്ക് കാണാൻ പറ്റും പക്ഷെ പിടിക്കാൻ പറ്റില്ല. എന്താണ്?
നമുക്ക് കാണാൻ പറ്റും പക്ഷെ പിടിക്കാൻ പറ്റില്ല, എന്താണ്? നമുക്ക് കാണാൻ പറ്റും പക്ഷേ പിടിക്കാൻ പറ്റത്തില്ല. വായുവാണോ? വായു അല്ല. പിന്നെ എന്താ? അതൊരു സാധനം. ഇനിയിപ്പോൾ കൂടുതൽ ആൻസർ ഒന്നും പറയണ്ട, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മുകളിലേക്ക് പോകും പക്ഷേ ഒരിക്കലും താഴേക്ക് വരില്ല, എന്താണ്? പട്ടം. മുകളിലേക്ക് പോകും പക്ഷെ ഒരിക്കലും താഴേക്ക് വരില്ല, എന്ത്? പട്ടമല്ലേ? പട്ടമല്ല. മുകളിലേക്ക് പോകും പക്ഷെ ഒരിക്കലും താഴോട്ട് വരത്തില്ല, എന്താണ്? ഹൈഡ്രജൻ ബലൂൺ. അല്ല, ഇത് നമുക്ക് എല്ലാ പേർക്കും ഓരോ ദിവസം ചെല്ലും തോറും മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന സാധനമാണ്. നമ്മുടെ ശരീരത്തിലുള്ളതാണ്? ശരീരത്തിലുള്ളതല്ല, യാമ്പക്കോണ. നമുക്ക് എല്ലാവർക്കും ഉള്ള സാധനമാണ്. ഓരോ വർഷം കൂടുന്തോറും ഇത് കൂടി കൂടി വരും പക്ഷെ കുറഞ്ഞു വരത്തില്ല. ഇനി ക്ലൂ ഒന്നുമില്ല, ആൻസർ ഒന്നും പറയരുത്. എന്തായാലും ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. നമുക്കിനി ഭരണഘടനയെ കുറിച്ചുള്ള 5 ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിട്ടുള്ളൊരു കളിയില്ല. ഭരണഘടന എനിക്കറിയാമോ എന്നാ ചോദിച്ചാണ് ഞാൻ പറഞ്ഞു ചോദിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? പറയട്ടെ. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? പ്രേക്ഷകർ പറയും. പറയത്തില്ലല്ലോ. എനിക്കറിയാം, ഞാനെല്ലാം പറഞ്ഞു കൊടുത്താലേ. മനസ്സിലായി. കൂടുതൽ എന്തായാലും ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കൂ, ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കൂ മാന്യ പ്രേക്ഷകർക്ക്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് നമ്മുടെ ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പറയുന്നത്? 1, 2, 3, 4, 5, 6, 7, 8. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഭരണഘടന പഠിച്ചിരിക്കും. എന്തായാലും എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബുക്കും അടച്ചു വെച്ച് കിടന്നുറങ്ങി. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഭരണഘടനയുടെ സംരക്ഷകൻ ആര്? സുപ്രീം കോടതി. കറക്റ്റ്. അയ്യോ, അപ്പൊ പഠിച്ച് ഉറങ്ങിയില്ല, ഇത്തിരിയൊക്കെ അറിയാം. പിന്നെ നീ എന്തോ വിചാരിച്ചു. അപ്പോൾ ഭരണഘടനയുടെ 4ാമത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിലെ കരട് തയ്യാറാക്കാൻ എത്ര സമയം വേണം? എന്ന് വെച്ചാൽ ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസം, അതാണ് അതിന്റെ കണക്ക്. അറിഞ്ഞൂടാ. മാന്യ പ്രേക്ഷകർക്ക് അറിയാം. നമ്മുടെ കാലം ബുദ്ധിശാലികളാണ് നമ്മുടെ മാന്യ പ്രേക്ഷകർ, അവര് പറയും. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. വൈകിപ്പിക്കേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് എന്നാണ്? 1882. 1882 അല്ലെങ്കിൽ 1952. 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് ആണ്. അല്ല, 1872. 1800 അല്ല, 1922. അതൊന്നും അല്ല. ഇനി മാന്യ പ്രേക്ഷകർക്ക് കറക്റ്റായിട്ട് ഉത്തരം അറിയാം, ഞങ്ങൾ പറയണ്ട. 5 കുസൃതി ചോദ്യമായി, 5 ഭരണഘടനയുടെ ക്വസ്റ്റ്യനുമായി. ഇന്ന് നമ്മുടെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. എന്നെയും അതോടൊപ്പം തന്നെ എന്റെ സഹോദരങ്ങളായ മാന്യ പ്രേക്ഷകരെയും നിങ്ങൾ കുഴപ്പിച്ച ചോദ്യങ്ങളായി ഇന്ന് അനുസരിച്ച് ചെയ്തത്. പിന്നല്ലാതെ കുഴപ്പിക്കണ്ടേ? എളുപ്പമുള്ളതൊക്കെ പറഞ്ഞു തരണ്ടേ ഞങ്ങൾക്ക്? എളുപ്പമുള്ളത് ഞാൻ ചോദിച്ചാ അതുപോലെ ആൻസർ പറഞ്ഞു കൊടുക്കത്തില്ലേ? പിന്നെ പ്രേക്ഷകർ എന്ത് കാണാനാ? അവർക്ക് കമന്റിൽ ടൈപ്പ് ചെയ്താൽ മാത്രം. എന്തായാലും ഞങ്ങളുടെ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാം ജനമനസ്സുകൾ നെഞ്ചിലേറ്റിയിൽ അതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. അതെനിക്കുണ്ട്. എന്തായാലും VMTVയുടെ കിങ് ഓഫ് ഡേ ഏകദേശം ഒരു 30ഓളം എപ്പിസോഡായപ്പോൾ നിങ്ങൾ ലോക മലയാളികളുടെ മുന്നിൽ ഞങ്ങളുടെ VMTVയെ എത്തിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എന്തായാലും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ തമാശകളും അറിവുകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായി ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നന്ദി, നമസ്കാരം.